Today we will discuss about the high frequency analysis of C amplifier. So നമ്മൾ low frequency, mid frequency analysis നമ്മൾ പഠിച്ചു using hybrid pi model. So നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് analysis of high frequency response of C amplifier. അപ്പോൾ ഇതാണ് നമ്മുടെ C amplifier. So high frequency, low frequency response. So നമ്മൾ അത് ഡിസ്കസ് ചെയ്താണ് frequency response നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു low frequency ഡിറ്റർമിൻ ചെയ്യുന്നത് input coupling capacitors, output coupling capacitors and CE capacitor, bypass capacitor. So ആ മൂന്ന് കപ്പാസിറ്റർ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് എഫക്റ്റ് നമ്മൾ അനലൈസ് ചെയ്തത്. ദെൻ നമുക്ക് ഇനി പറയാനുള്ളത് ഹയർ ഫ്രീക്വൻസിയിൽ ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ CE ആംപ്ലിഫയർ. സോ നമ്മൾ ഈ ഒരു ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് it is mainly limited by the junction capacitance. So junction capacitance കാരണമാണ്. So the performance of amplifier is limited by junction capacitance or internal capacitance of the transistor at high frequency. So high frequency യിൽ ട്രാൻസിസ്റ്ററിന്റെ internal capacitance അല്ലെങ്കിൽ junction capacitance ആണ് ട്രാൻസിസ്റ്ററിന്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു അനാലിസിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി അതുപോലെ തന്നെ മിഡ് ഫ്രീക്വൻസി കേസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ the performance of amplifier is limited by junction capacitance or internal capacitance of the transistor. So high frequency യിൽ junction capacitance effect ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഈ ഒരു RC coupled അല്ലെങ്കിൽ CE ആംപ്ലിഫയറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത് യൂസിങ് ദ ഹൈബ്രിഡ് പൈ മോഡൽ ബൈ കൺസിഡറിങ് ദ ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസി നമ്മളൊരു ഹൈബ്രിഡ് പൈ മോഡൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹൈബ്രിഡ് പൈ മോഡലിൻ്റെ ഒരു ജനറൽ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് നമ്മൾ ഈ ഒരു C mu എന്ന് പറയുന്ന കപ്പാസിറ്റേഴ്സ് അതുപോലെ തന്നെ C pi കപ്പാസിറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡലാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. സോ ട്രാൻസിസ്റ്ററിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഈ ഒരു സർക്യൂട്ടാണ് ഹൈബ്രിഡ് പൈ മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇതാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡൽ. ഇവിടെ നമുക്ക് C mu നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. C mu നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ബേസിനും കളക്ടറിനും ഒരു ഫീഡ്ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആണ് ഈ C mu എന്ന് പറയുന്ന കപ്പാസിറ്റർ. സോ നമ്മൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. സോ ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ട് വരച്ചു. ഇവിടെ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈബ്രിഡ് പൈ മോഡലാണ് വരച്ചിരിക്കുന്നത്. സോ ഈ പോയിന്റ് ബേസ് ആണ്. ഇത് നമുക്കറിയാം കളക്ടറാണ്. സോ ഇത് എമിറ്റർ. സോ നമുക്ക് VS ഉണ്ട്, RS ഉണ്ട്. നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് അതായത് CB, CC ഇത് ഹൈ ഫ്രീക്വൻസിയിൽ ഇത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ CB ആൻഡ് CC അതുപോലെ തന്നെ CEയും ഇതെല്ലാം നമ്മൾ ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് നമ്മൾ ദിസ് വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ടഡ്. സിമിലർലി C സോ അത് ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ആണ്. സോ ഇത് ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഷോർട്ട് സർക്യൂട്ട് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മളപ്പോൾ ഇവിടെ നമ്മൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കുക, ഇത് നമുക്കറിയാം ദിസ് ഈസ് R pi. സോ R pi, C pi, GM, V pi കറണ്ട് വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, ദെൻ ഒരു ഫീഡ്ബാക്ക് പാത്തുണ്ട്. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡൽ. സോ ആ ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് ഹൈബ്രിഡ് പൈ മോഡൽ വരച്ചു. പിന്നെ അത് കൂടാതെ നമുക്ക് VS ഉണ്ട്, RS ഉണ്ട്, ദെൻ R1, R1 അതാണ് R1 പാരലൽ R2 ആണ് നമുക്ക് RB എന്ന് പറയുന്ന റെസിസ്റ്റർ. സോ RB ഈസ് ഈക്വൽ ടു R1 പാരലൽ R2. സോ RB ഞാൻ R1 പാരലൽ R2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. VCC ഗ്രൗണ്ട് ചെയ്യണം. നമ്മൾ AC ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ VCC ഷോർട്ട് സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ആണ്. ദെൻ നമുക്ക് RC ഔട്ട്പുട്ടിൽ കളക്ടർ CC ഷോർട്ട് ചെയ്തേക്കുവാണ്. സോ CC ഷോർട്ടാണ്, CB ഷോർട്ടാണ്, CE ഷോർട്ടാണ്. സോ നമുക്കറിയാം കളക്ടറിൽ നിന്ന് റെസിസ്റ്റൻസ് RC നേരെ ഗ്രൗണ്ടിലേക്ക് വരും. ദെൻ RL വരും. RLും നേരെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. CE ഷോർട്ട് സർക്യൂട്ടാണ്. എമിറ്റർ നേരെ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ ഇത്രയും നമ്മൾ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ വലിയ ചേഞ്ച് ഇല്ല. ഇവിടെ നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക്
കപ്പാസിറ്റർ സി മ്യൂവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഹൈ ഫ്രീക്വൻസി അനാലിസിസിന്. ജംഗ്ഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എഫക്റ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മാറ്റി വരയ്ക്കുന്നത്. ദെൻ നമുക്ക് ഇനി ഇതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മില്ലർ എഫക്റ്റ് പഠിച്ചു. സോ നമുക്ക് യൂസിങ് മില്ലർ തിയറം അല്ലെങ്കിൽ മില്ലർ എഫക്റ്റ് വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. സോ സി മ്യൂ എന്ന് പറയുന്നത് എന്താണ്? സി മ്യൂ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആണ്. സോ ദിസ് ഈസ് എ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. ബേസിനും കളക്ടറിനും അക്രോസ് വരുന്ന ആ ഒരു കപ്പാസിറ്റൻസ് ആണ് സി മ്യൂ എന്ന് പറയുന്നത്. സോ യൂസിങ് മില്ലേഴ്സ് തിയറം വി ക്യാൻ സ്പ്ലിറ്റ് C mu. We can split C mu. So നമ്മൾ പഠിച്ചതാണ് മില്ലർ തിയറം വെച്ചിട്ട് നമുക്ക് ആ ഒരു ZF എന്ന് പറയുന്ന ആ ഫീഡ്ബാക്ക് ഇമ്പിഡൻസിനെ നമ്മൾ ZI ആയിട്ടും Z ഔട്ട് ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇൻപുട്ടിലും അതിൻ്റെ ഔട്ട്പുട്ടിലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും. സോ അതേപോലെ അതേ മില്ലർ തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? സി മ്യൂ എന്ന് പറയുന്ന ആ ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം ദ കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ഇൻപുട്ട്. സോ അതാണ്. അപ്പം നമുക്കതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സി മ്യൂ എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ നമ്മൾ ഇൻപുട്ടിൽ C1 ആയിട്ടും ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് നമ്മൾ C2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റും. സോ അപ്പം നമ്മൾ കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ദ ഇൻപുട്ട് സെക്ഷനാണ് ഞാൻ C1 ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ദ കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ഇൻപുട്ട് ക്യാൻ ബി റിട്ടൺ ആസ് C1. C1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV. അപ്പോൾ ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചത് ZF എന്ന് പറയുന്നതിനെ, ആ ഫീഡ്ബാക്ക് ഇമ്പിഡൻസിനെ നമ്മൾ ZI ആയിട്ടും Z ഔട്ട് ആയിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്തു. ZIയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ZF ബൈ 1 മൈനസ് A ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സോ ഇവിടെ നമ്മൾ ZFന് പകരം കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പിഡൻസ് ആണ്. സോ കപ്പാസിറ്റർ സി മ്യൂ ആണ് നമ്മളിവിടെ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഞാൻ എഴുതിയ എക്സ്പ്രഷൻ C1നെ നമ്മൾ സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV എന്നാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ZI ഈസ് ഈക്വൽ ടു ZF ബൈ 1 മൈനസ് A ആണ്. നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ J ഒമേഗ C അല്ലെങ്കിൽ 1 ബൈ 2π FC ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സിയുടെ എക്സ്പ്രഷൻ 1 ബൈ ഒമേഗ C. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ XC എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആണ്. സോ 1 ബൈ ഒമേഗ C ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് XC എന്ന് പറയുന്നത്. സോ നമുക്ക് 1 ബൈ 2π FC അല്ലെങ്കിൽ XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആണ്. സോ നമ്മൾ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിന് ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇമ്പിഡൻസ് ആയിട്ട് എടുക്കുന്നത് ശരിക്കും ZF വെച്ചിട്ടാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ പറഞ്ഞത്. സോ നമ്മൾ കപ്പാസിറ്റൻസ് വെച്ച് പറയുമ്പോൾ C1 എന്ന് പറയുന്നത് സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV എന്ന് വരും. സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV. ഇതങ്ങ് ന്യൂമറേറ്റർ ടേമിലേക്ക് പോവും. ആ രീതിയിലാണ് നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1 ബൈ സിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസിന്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ ഇത് നമ്മൾ ഇക്വലന്റ് ഇമ്പിഡൻസ് ആണ്. ശരിക്കും റിയാക്റ്റൻസ് എന്ന് പറഞ്ഞത് ഇമ്പിഡൻസിന് ഇക്വലന്റ് ആണ്. സോ നമ്മൾ കപ്പാസിറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ അത് 1 ബൈ ടേം ആയിട്ട് വരണം. ദാറ്റ് ഈസ് 1 മൈനസ് A എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോകും. അതുകൊണ്ടാണ് C1 ഈസ് ഈക്വൽ ടു സി മ്യൂ ഇൻറ്റു 1 മൈനസ് AV എന്ന് എഴുതിയേക്കുന്നത്. സോ ഇതാണ് ഇൻപുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റർ. അപ്പോൾ സി മ്യൂവിനെ ഞാൻ C1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ AV എന്ന് പറയുന്നത് AV എന്ന് പറയുന്നത് മിഡ് ബാൻഡ് ഗെയിൻ ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം -GM ഇൻറ്റു RC പാരലൽ RL പാരലൽ R ഔട്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മിഡ് ബാൻഡ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ, വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ.
without considering the series resistance. So series resistance consider ചെയ്യാതിട്ടുള്ള ഒരു mid band gain equation minus GM into RC parallel RL parallel R out. So ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ therefore C1 can be written as C mu into 1 minus the plus GM ആവും GM into RC parallel RL parallel R out. So നമുക്ക് C1ന്റെ എക്സ്പ്രഷൻ കിട്ടി C mu into ഇങ്ങനെ നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ C1 കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ അടുത്ത കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ദ ഔട്ട്പുട്ട് സെക്ഷൻ നോക്കാം. നമ്മൾ C2 വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ടിലുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Z out is equal to ZF into A by A minus 1. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ. സോ നമ്മൾ ഇവിടെ നമ്മൾ C2 ആയിട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു സ്പ്ലിറ്റഡ് വാല്യൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ C2 is equal to C mu into ZFന് വരെ നമ്മൾ C mu. അപ്പോൾ ഇവിടെ നമ്മളത് ഇൻവേർട്ട് ചെയ്ത് എഴുതണം, കാരണം റിയാക്റ്റൻസും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. സോ C mu into A minus 1 A അല്ലെങ്കിൽ AV minus 1 by AV. സോ ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു C mu എന്ന് എഴുതാം, കാരണം AV minus 1 by AV minus 1. സോ വോൾട്ടേജ് ഗെയിനിൽ നിന്ന് ഒരു 1 റെഡ്യൂസ് ചെയ്യുന്നു ബൈ AV എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1 ആയിട്ട് എഴുതാം. ഇതിനെ നമുക്ക് AV എന്ന് തന്നെ എഴുതി ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു C mu എന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ C2ൻ്റെയും C1ൻ്റെയും വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ നമുക്കിനി ഓരോന്നിൻ്റെയും എഫക്റ്റ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിൽ ഈ C1ൻ്റെയും നമ്മൾ C mu എന്ന് പറയുന്ന ഫീഡ്ബാക്ക് കപ്പാസിറ്ററിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു C1 ആയിട്ടും C2 ആയിട്ടും. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും എഫക്റ്റ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിലുള്ള എഫക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. സോ C1ൻ്റെയും C2ൻ്റെയും സെപ്പറേറ്റ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇത് നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. C muവിനെ സ്പ്ലിറ്റ് ചെയ്ത് C1 ആയിട്ടും ഇൻപുട്ടിൽ വരുന്ന എഫക്റ്റ്, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എഫക്റ്റ് C2 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. C1നെയും C2നെയും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ഇൻപുട്ട് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ C1ൻ്റെ എഫക്റ്റ് ഓഫ് ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഓൺ ദ ഹൈ ഫ്രീക്വൻസി അനാലിസിസ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട്, അപ്പോൾ ഇൻപുട്ട് സൈഡ് ഇതാണ്. ഈ ഇൻപുട്ട് സൈഡ് ഞാനൊന്ന് റീപ്ലേസ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. സോ ഈ ഒരു ഇൻപുട്ട് സെക്ഷനെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് വരച്ച് നോക്കാം. ഇൻപുട്ട് സെക്ഷനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട്? VS ഉണ്ട്, ദെൻ നമുക്ക് കാണാം ഒരു RS ഉണ്ട്, ദെൻ നമുക്ക് RB RPi പാരലായിട്ട് കാണാം. RB പാരൽ RPi ഞാൻ RI ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ആയിട്ട് replace ചെയ്തു. So this is replaced by Ri. So we can write Ri is equal to RB parallel RPi. Then നമുക്ക് കാണാം പിന്നുള്ളതൊരു C5യും C1ഉം ആണ്. ഇവിടെ C5യും C1 എന്ന് പറയുന്നത് രണ്ട് പാരൽ കപ്പാസിറ്റേഴ്സ് ആണ്. സോ ആ C5യും C1നെയും കൂടെ ഞാനത് ഒറ്റ കപ്പാസിറ്ററായിട്ട് നമ്മളങ്ങ് റീപ്ലേസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് CI. സോ CI ക്യാൻ ബി, ദാറ്റ് ഈസ് ദ ഇൻപുട്ട് കപ്പാസിറ്റർ CI. സോ ഈ CI നമുക്ക് എങ്ങനെ എഴുതാം? C5 പാരൽ, രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വരുവാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് C5 പ്ലസ് C1. റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ 1/, ഇവിടെ കപ്പാസിറ്റേഴ്സ് ആണ് വരുന്നത്. സോ 2 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരൽ മീൻസ് C5 പ്ലസ് C1 ആയിരിക്കും അവിടുത്തെ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. നമ്മൾ അതിനെ CI എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ. സോ ദിസ് ഈസ് VI. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അനലൈസ് ചെയ്യാം. ദെൻ നമുക്ക് ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് VI is equal to
എനിക്ക് എഴുതാം വി എസ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് വി എസ് ആണ്. നമ്മൾ ഈ ആർ ഐ പാരലൽ സി ഐ, ആർ ഐ പാരലൽ 1/j⍵CI ആണ്. ഇവിടുത്തെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 1/j⍵c ആണ്. സോ 1/j⍵CI. സോ 1/j⍵CI ആർ ഐ, ഇതിൻ്റെ നെറ്റ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. സോ എനിക്കിങ്ങനെ എഴുതാം, വി എസ് ഇൻറ്റു ആർ ഐ പാരലൽ 1/j⍵CI. സോ ഇവിടുത്തെ ഇക്വലന്റ് ഇമ്പിഡൻസ് ആണ് ആർ ഐ പാരലൽ 1/. ഇപ്പം നമ്മൾ ഇതിന് അക്രോസ് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആണ് വി ഐ. സോ വോൾട്ടേജ് അക്രോസ് ദിസ് ഇമ്പിഡൻസ്, ദിസ് പാരലൽ ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് വി എസ് ഇൻറ്റു ആർ ഐ പാരലൽ 1/j⍵CI ദ ഹോൾ ഡിവൈഡഡ് ബൈ ആർ എസ്, സം ഓഫ് ഇമ്പിഡൻസസ്, ദാറ്റ് ഈസ് ആർ എസ് പ്ലസ് ഈ വാല്യൂ, ആർ ഐ പാരലൽ 1/j⍵CI. ദെൻ ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. Z1 പാരലൽ Z2 എന്ന് പറഞ്ഞാൽ Z1 Z2 ബൈ Z1 പ്ലസ് Z2 ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ ഐ ഇൻറ്റു 1/j⍵CI ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് 1/j⍵CI ന്യൂമറേറ്ററിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. ഡിനോമിനേറ്ററിലും ഇതുപോലെ നമ്മൾ ചെയ്യണം. ദാറ്റ് ഈസ് ആർ എസ് പ്ലസ് ആർ ഐ ഇൻറ്റു 1/j⍵CI ബൈ ആർ ഐ പ്ലസ് 1/j⍵CI. ദെൻ നമുക്ക് ഇവിടുന്ന് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ, സോ ന്യൂമറേറ്ററിനെ നമുക്ക് വി എസ് ഇൻറ്റു ഇവിടെ ആർ ഐ 1/j⍵CI, ഇവിടെ നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് ആർ ഐ j⍵CI എന്ന് വരും. ഈ j⍵CIയും j⍵CI നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി എസ് ഇൻറ്റു ആർ ഐ ബൈ 1 പ്ലസ് j⍵CI ആർ ഐ എന്ന് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കുവാണെങ്കിൽ ആർ എസ് പ്ലസ് ഇവിടുത്തെ ടേമിനെയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആർ ഐ ബൈ 1 പ്ലസ് j⍵CI ആർ ഐ എന്ന് കിട്ടും. വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി എസ് ഇൻറ്റു ആർ ഐ ബൈ ഇവിടെ എൽ സി എം എടുക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റേഴ്സും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആർ എസ് ഇൻറ്റു 1 പ്ലസ് j⍵CI ആർ ഐ പ്ലസ് ആർ ഐ എന്ന് എഴുതാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂവിനെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ ഇത് ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. വി എസ് ഇൻറ്റു ആർ ഐ ബൈ ആർ എസ് പ്ലസ് j⍵RI ആർ എസ് ഇൻറ്റു CI പ്ലസ് ആർ ഐ എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ നമുക്കൊരു ടേം കാണാം, ആർ ഐ പ്ലസ് ആർ എസ്. സോ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിനോമിനേറ്ററിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കുക. സോ വി എസ് ഇൻറ്റു ആർ ഐ ബൈ ഈ ഫസ്റ്റ് ടേം ഈ ലാസ്റ്റ് ടേം, അതായത് ആർ ഐ പ്ലസ് ആർ എസ്, ഈ ഒരു ടേം നമ്മൾ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഇത് രണ്ടിനും നമ്മൾ കോമൺ ആക്കി. സോ ആ ടേമിന് നമ്മൾ 1 എന്ന് കൊടുത്തു. 1 പ്ലസ് ഇവിടുന്ന് നമ്മൾ ആ ടേം കോമൺ ഡിവൈഡ് ചെയ്യണം. സോ 1 j⍵ ഇൻറ്റു ആർ ഐ ആർ എസ് CI ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്. സോ ആർ എസ് പ്ലസ് ആർ ഐ അതാണ് കോമൺ ആക്കി എടുക്കുന്നത്. ആർ എസ് പ്ലസ് ആർ ഐ കോമൺ ആക്കി എടുത്താൽ അത് 1 വരും. പ്ലസ് ഇവിടുന്ന് ആർ എസ് പ്ലസ് ആർ ഐ കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുകയാണ്. സോ അങ്ങനെ നമുക്കൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് വി ഐ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഇങ്ങനെ കിട്ടത്. നമ്മൾ ഹൈ ഫ്രീക്വൻസി ഗെയിൻ മെഷർ ചെയ്യുവാണെങ്കിൽ AH ഓഫ് എഫ് മെഷർ ചെയ്യുവാണെങ്കിൽ, ഹൈ ഫ്രീക്വൻസി ഗെയിൻ റെപ്രസെൻറ്റഡ് ബൈ AH ഓഫ് എഫ് മെഷർ ചെയ്യുവാണെങ്കിൽ V0 ബൈ VS ആണ് നമ്മുടെ ഔട്ട്പുട്ട് ബൈ ദ സോഴ്സ് വോൾട്ടേജ്. നമുക്ക് അറിയാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയാം. V0 ബൈ VI ഇൻറ്റു VI ബൈ VS എന്ന് നമുക്ക് എഴുതാം. ഈ V0 ബൈ VI നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട് മിഡ് ബാൻഡ് ഗെയിൻ വെച്ചിട്ട്. ദാറ്റ് ഈസ് മൈനസ് GM ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL. ഇതാണ് നമുക്ക് മിഡ് ബാൻഡ് ഗെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ.
ദെൻ വി ഐ ബൈ വി എസ്, ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് വി ഐ ബൈ വി എസ് എന്ത് കിട്ടും? ആർ ഐ ബൈ, സോ വി സീറോ ബൈ വി ഐക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഐ ബൈ വി എസിന് പകരം ആർ ഐ ബൈ ആർ ഐ പ്ലസ് ആർ എസ് ഇൻറ്റു 1 പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് സി ഐ ഡിവൈഡഡ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്. ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേമിനെ, ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് ദ ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിങ് ബൈപാസ് കപ്പാസിറ്റർ. സോ വിത്ത് കൺസിഡറിങ് ദ സോഴ്സ് റെസിസ്റ്റൻസ്. സോ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിങ് ബൈപാസ് കപ്പാസിറ്റർ. ഗെയിൻ ആണ്, ആ മിഡ് ബാൻഡ് ഗെയിൻ ആണ്. മിഡ് ബാൻഡ് ഗെയിൻ യൂസിങ് സോഴ്സ് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മതി. അതിനകത്ത് നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു മിഡ് ബാൻഡ് ഗെയിനിൻ്റെ എക്സ്പ്രഷനാണിത്. സോ നമുക്ക് എ എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ആ എ എമ്മിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കോണം. അതെന്ന് പറയുന്നത് സോഴ്സ് റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള സി ആംപ്ലിഫയർ യൂസിങ് ബൈപാസ് കപ്പാസിറ്ററിൻ്റെ മിഡ് ബാൻഡ് ഗെയിൻ ആണ്. സോ അതിന് ഞാൻ എ എം എന്ന് കൊടുത്തു. റിമൈനിങ് എന്ത് വരും? 1 പ്ലസ് ജെ ഒമേഗ ആർ ഐ ആർ എസ് സി ഐ ബൈ ആർ ഐ പ്ലസ് ആർ എസ് എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു ഒമേഗയുണ്ട്. ദെൻ ആ ഒമേഗയ്ക്ക് നമുക്ക് 2πf എന്ന് കൊടുക്കാം. സോ എ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ 2πf എന്ന് കൊടുത്തു. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ആർ ഐ ആർ എസ് ബൈ ആർ ഐ പ്ലസ് ആർ എസ്, ഇങ്ങനെ ഒരു ടേം നമുക്ക് കാണാം. അതായത് ഇത് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ്. സോ അതിനെ നമുക്ക് ആർ ഐ പാരലൽ ആർ എസ് എന്ന് കൊടുക്കാം. പിന്നെ ഒരു സി ഐ ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ദെൻ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഇ എഫ് ബൈ റിമൈനിങ് ടേമിന് ഞാൻ FH1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവും എന്താണ് FH1 എന്നുള്ളത്. സോ where upper cutoff frequency introduced by ഏതാണ്? C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ. introduced by C1 that is represented by FH1 is equal to എന്താണ് FH1ന്റെ വാല്യൂ? ഇവിടെ എഫ് കഴിഞ്ഞിട്ട് വരുന്ന റിമൈനിങ് ടേമിനെയാണ് 1/FH1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ FH1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2π RI പാരലൽ RS ഇൻറ്റു CI എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് നമ്മൾ C1 വെച്ചിട്ടുള്ള അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് C2 കൺസിഡറിങ് ദ എഫക്റ്റ് ഓഫ് C2ന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ നോക്കാം. സോ എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട്, അപ്പോൾ C-നെ സ്പ്ലിറ്റ് ചെയ്ത് C2 എന്നൊരു കപ്പാസിറ്റൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഔട്ട്പുട്ടിൽ. സോ എഫക്റ്റ് ഓഫ് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഏത് പറയാം? C2ന്റെ എഫക്റ്റ്. സോ C2ന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്ത് നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതാണ്ട് ഈ ഔട്ട്പുട്ട് സെക്ഷനാണ് വരയ്ക്കുന്നത്. സോ ഇവിടെ നമുക്ക് GM Vπ ഉണ്ട്, C2 ഉണ്ട്, R0 RC RL ഈ റെസിസ്റ്റേഴ്സും ഉണ്ട്. സോ ആ ഒരു സെക്ഷൻ മാത്രം ഞാനൊന്ന് വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് GM Vπ. ദെൻ നമുക്ക് R0 ഉണ്ട്. ദെൻ നമുക്ക് നോക്കുവാണെങ്കിൽ RC ഉണ്ട്. ദെൻ RL ഉണ്ട്. ദെൻ ഇതിന് ക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ടും മെഷർ ചെയ്യുന്നത്.
സോ ഞാൻ ഈ ആറിനെ R0 പാരലൽ RC പാരലൽ ഈ ഒരു 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ടുള്ളതിനെ നമ്മൾ 6 വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്. സോ RC പാരലൽ RL പാരലൽ R0 എന്നെഴുതി. സോ ഇതാണ് 6. ഇനി ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, നമ്മൾ വരച്ചില്ല. C2 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് ഉണ്ട്. സോ അവിടെ C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഉണ്ട്. ആ C2ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. C2ൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. C2 നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നത് C mu ആയിട്ടാണ്. C2 is equivalent to C mu. So C2 can be written as C mu. C2 is replaced by C mu. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ടിനകത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. സോ R0യെ നമ്മൾ എങ്ങനെ മാറ്റി വരച്ചത്? R0, സോ അതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. R0 പാരലൽ RC, അതിനെ ഞാൻ R വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട് C2. സോ ഇത് R ആണ്, ഇത് C2 ആണ്. സോ ഇതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഇത് GMV/. സോ ഇങ്ങനെ നമുക്ക്, സോ ഇവിടെ ഒരു RC പാരലൽ കോമ്പിനേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ആ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസി ആയിട്ട് എഴുതാം. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി due to C2 can be written as FH2 is equal to 1/2 pi RC2. 1/2 pi RC2 എന്ന് എഴുതാം. C2 എന്ന് പറയുന്നത് C mu ഈക്വൽ ആണ്. സോ 2 pi R C mu എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ FH2 എന്ന് പറയുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു C2 നമ്മൾ മെഷർ ചെയ്തു. സോ നമുക്ക് ഓവറോൾ ഗെയിൻ AH of F, ഓവറോൾ ഗെയിൻ നമുക്ക് മെഷർ ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് AM/1 + JF/FH1. നമ്മളിത് ഒരു FH1 മാത്രമുള്ള ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ 1 + JF/FH1 ഇൻറ്റു 1 + JF/FH2. ഇങ്ങനെ നമുക്ക് ഓവറോൾ ഗെയിൻ എഴുതാൻ പറ്റും. അതിനകത്ത് ഓവറോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഓവറോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FHൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√, ഓവറോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാണ്? 1/FH the whole square plus FH1 the whole square 1/FH2 the whole square. ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാവുന്നതാണ് ഓവറോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ വാല്യൂ. സോ ഇത്രയുമാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.